വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ക്ലാസ് 7-ലെ സയൻസ് ചാപ്റ്റർ 2 പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. കാണാത്തവർ ആ വീഡിയോ കാണുക. നാം പറഞ്ഞുകൊണ്ടിരുന്ന ചാപ്റ്ററിൻ്റെ പേരായിരുന്നു ന്യൂട്രീഷൻ ഇൻ ആനിമൽസ്. ആനിമൽസിൽ ഡൈജഷൻ എന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് നാം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഒലിമെൻ്ററി കനാൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ആണ്. ഈ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വരുന്ന മൗത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി എന്ന പാർട്ടിനെ കുറിച്ചാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലാണ് മൗത്ത്, ടങ്, ടീത്ത് എന്നിവ വരുന്നത്. അതിനോടൊപ്പം സലൈവറി ഗ്ലാൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഫുഡ് പൈപ്പ് ഓർ ഈസോഫാഗസ്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ മൗത്തിന് ശേഷം അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിക്ക് ശേഷം വരുന്ന പാർട്ടാണ് ഫുഡ് പൈപ്പ് ഓർ ഈസോഫാഗസ്. The food pipe starts from the neck region and runs until the chest area in animals. അപ്പോൾ ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഈസോഫാഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്ക് റീജിയണിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെസ്റ്റിൻ്റെ ഏരിയ വരെ നീണ്ടു കിടക്കുന്നതുമായ ഒരു ഭാഗമാണ് ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഈസോഫാഗസ്. The food when chewed moves through the food pipe and reach the stomach through this path. അപ്പോൾ നമ്മുടെ മൗത്തിൽ നിന്ന് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിയിൽ നിന്നും ചവച്ചരയ്ക്കപ്പെട്ട ചെയ്യപ്പെട്ട ഫുഡ് ഈ ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഈസോഫാഗസ് വഴിയാണ് നമ്മുടെ സ്റ്റൊമക്കിൽ എത്തുന്നത്. ദ ഫുഡ് മൂവ്സ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ഇൻ ദ ഫുഡ് പൈപ്പ്. ഫുഡ് പൈപ്പിൽ ഫുഡ് മൂവ് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, നേരെ താഴേക്കാണ്. അപ്പോൾ സ്റ്റൊമക്കിനെയും മൗത്തിനെയും കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഫുഡ് പൈപ്പ് ഓർ ഈസോഫാഗസ്. ഇനി ദ സ്റ്റൊമക്ക്, ഇറ്റ് ഈസ് ദ വൈഡസ്റ്റ് പാർട്ട് ഓഫ് ദ ഒളിമെൻ്ററി കനാൽ. ഒളിമെൻ്ററി കനാലിലെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലെ ഏറ്റവും വൈഡസ്റ്റ് വീതി കൂടിയ ഭാഗമാണ് സ്റ്റൊമക്ക്. ഇറ്റ് ഈസ് എ ബാഗ് ലൈക്ക് സ്ട്രക്ചർ ഇൻ എ പാറ്റ് യു ഷേപ്പ്. ഒരു യു ഷേപ്പിലുള്ള ബാഗ് ലൈക്ക് സ്ട്രക്ചർ ആണ് സ്റ്റൊമക്ക്. ദ സ്റ്റൊമക്ക് ഈസ് കണക്റ്റഡ് വിത്ത് ദ ഫുഡ് പൈപ്പ് ആൻഡ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്റ്റൊമക്കിൻ്റെ മുകൾ ഭാഗം ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഈസോഫാഗസുമായും താഴ്ഭാഗം സ്മോൾ ഇൻറ്റസ്റ്റൈനുമായും കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും വീതി കൂടിയ ഒളിമെൻ്ററി കനാലിലെ ഭാഗമാണ് സ്റ്റൊമക്ക്. യു ഷേപ്പിലുള്ള ബാഗ് ലൈക്ക് സ്ട്രക്ചറാണ് ഇത്. സ്റ്റൊമക്ക് എന്തിനൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്? ഈസോഫാഗസിനെയും സ്മോൾ ഇൻറ്റസ്റ്റൈനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. സ്റ്റൊമക്ക് അല്ലെങ്കിൽ ഫുഡ് പൈപ്പിൻ്റെയും ഇൻറ്റസ്റ്റൈൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെയും ഇടയിൽ കാണപ്പെടുന്നു. The stomach's inner lining produces three things. ഇനി സ്റ്റൊമക്കിൻ്റെ ഇന്നർ ലൈനിങ് അതായത് അകത്തെ ഭാഗം 3 കാര്യങ്ങൾ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തേത് മ്യൂക്കസ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ സ്റ്റൊമക്ക് ലൈനിങ്. സ്റ്റൊമക്കിൻ്റെ അകത്തുള്ള ഭാഗത്തെ സ്കിന്നിനെ അല്ലെങ്കിൽ ലൈനിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് മ്യൂക്കസ്. രണ്ടാമത്തേത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇറ്റ് കിൽസ് ദ ബാക്ടീരിയ പ്രസൻറ്റ് ഇൻസൈഡ് ദ സ്റ്റൊമക്ക് ആൻഡ് ആക്ടിവേറ്റ്സ് ദ ഡൈജസ്റ്റീവ് ജ്യൂസസ്. അപ്പോൾ വയറിൻ്റെ അകത്തുള്ള സ്റ്റൊമക്കിൻ്റെ അകത്തുള്ള ബാക്ടീരിയയെ നശിപ്പിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. മാത്രമല്ല നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമയം അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ അവയെ നശിപ്പിക്കുന്നതും ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചില ഡൈജസ്റ്റീവ് ജ്യൂസസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. മൂന്നാമതായി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ദേ ഹെൽപ്പ് ഇൻ ഡൈജഷൻ ഓഫ് ദ ഫുഡ് by breaking down the proteins present in the food into simple substances. അപ്പോൾ സ്റ്റൊമക്കിൻ്റെ ഇന്നർ ലൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 സെക്രീഷൻസ് ആണ് മ്യൂക്കസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഇതാണ് സ്റ്റൊമക്കിൻ്റെ ചിത്രം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമാണ് ഈസോഫാഗസ്. ആ ഈസോഫാഗസിൽ നിന്നും സ്റ്റൊമക്കിലേക്ക് വരുന്നു. ദെൻ സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഏറ്റവും വീതി കൂടിയ ഭാഗമാണ് ഇത്. നിങ്ങൾക്ക് ഫിഗർ കണ്ടപ്പോൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇറ്റ് ഈസ് എ ഹൈലി കോയിൽഡ് സ്ട്രക്ചർ. ഒളിമെൻ്ററി കനാലിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ കോയിൽഡ് അതായത് ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ഭാഗമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ദ ലെങ്ത് ഓഫ് ദ സ്മോൾ
സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് ഓൾമോസ്റ്റ് 7.5 മീറ്റർ. 7.5 മീറ്റർ ആണ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത്. ദ ലിവർ ആൻഡ് പാൻക്രിയാസ് റിലീസസ് ഡൈജസ്റ്റീവ് ജ്യൂസസ് ഇൻ ടു ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നമ്മൾ പാർട്ട് 1 പറഞ്ഞിരുന്ന 3 ഗ്ലാൻസ് ഏതൊക്കെയായിരുന്നു? സലൈവറി ഗ്ലാൻസ്, ലിവർ ആൻഡ് പാൻക്രിയാസ്. സലൈവറി ഗ്ലാൻസ് കാണപ്പെടുന്നത് മൗത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിയിലാണ്. ഇവിടെ ലിവറും പാൻക്രിയാസും മറ്റു 2 ഗ്ലാൻഡുകളാണ്. ഇവയുടെ സെക്രീഷൻസ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ്. ദ ഇന്നർ ലൈനിങ് ഓഫ് ദ ഇൻറ്റസ്റ്റൈൻ ഓൾസോ സെക്രീറ്റ് സം ഡൈജസ്റ്റീവ് ജ്യൂസസ് ഓൺ ഇറ്റ്സ് ഓൺ. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർ ലൈനിങ്ങും ചില സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡൈജസ്റ്റീവ് ജ്യൂസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട്. ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ബ്രേക്സ് ദ കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ടു ഗ്ലൂക്കോസ്, ഫാറ്റ് ഇൻറ്റു ഫാറ്റി ആസിഡ്, പ്രോട്ടീൻ ഇൻറ്റു അമിനോ ആസിഡ്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് കോംപ്ലക്സ് സബ്സ്റ്റൻസസ് സിമ്പിൾ സബ്സ്റ്റൻസസ് ആക്കി മാറ്റുന്നത്. ദെൻ കാർബോഹൈഡ്രേറ്റ് എന്താക്കി മാറ്റപ്പെടുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റപ്പെടുന്നു. ഫാറ്റ്സ് ഫാറ്റി ആസിഡ് ആക്കി മാറ്റപ്പെടുന്നു. പ്രോട്ടീൻസ് അമിനോ ആസിഡ് ആക്കി മാറ്റപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ചുറ്റിപ്പിണഞ്ഞു വളവുകളുള്ള ഭാഗമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ലെങ്ത് 7.5 മീറ്റർ ആണ്. ലിവറും പാൻക്രിയാസും ഡൈജസ്റ്റീവ് ജ്യൂസസ് റിലീസ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ്. മാത്രമല്ല സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്വന്തമായിട്ട് തന്നെ ഡൈജസ്റ്റീവ് ജ്യൂസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതും ഫാറ്റിനെ ഫാറ്റി ആസിഡ്സ് ആക്കി മാറ്റുന്നതും പ്രോട്ടീനെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നതും സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ലിവർ. നമ്മൾ പറഞ്ഞ ഗ്ലാൻഡുകളിൽ പ്രധാനപ്പെട്ടതാണ് ലിവർ. ഇറ്റ് ഈസ് എ ഗ്ലാൻഡ് ഇൻ റെഡിഷ് ബ്രൗൺ കളർ. റെഡിഷ് ബ്രൗൺ കളറിലുള്ള ഒരു ഗ്ലാൻഡ് ആണ് ലിവർ. ഇറ്റ് ഈസ് നോൺ ആസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഗ്ലാൻഡാണ് ലിവർ, മലയാളത്തിൽ കരൾ എന്ന് പറയുന്നത്. It secretes a digestive juices called bile juice. അപ്പോൾ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ് ബൈൽ ജ്യൂസ്. ദ ബൈൽ ജ്യൂസ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഗോൾ ബ്ലാഡർ. അപ്പോൾ ഇങ്ങനെ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ബൈൽ ജ്യൂസ് സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലാണ്. ദ ബൈൽ ജ്യൂസ് മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ ദ ബോഡി ടു ഡൈജസ്റ്റ് ഫാറ്റ്. ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാനാണ് ബൈൽ ജ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫാറ്റിനെ ഫാറ്റി ആസിഡ്സ് ആക്കി മാറ്റുന്നത് ബൈൽ ജ്യൂസ് ആണ്. അപ്പോൾ റെഡിഷ് ബ്രൗൺ കളറിലെ ഗ്ലാൻഡ് ആണ് ലിവർ. ഏറ്റവും വലിയ ഗ്ലാൻഡ് ആണ് ലിവർ. സെക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ് ബൈൽ ജ്യൂസ്. ഇത് സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലാണ്. ഫാറ്റിനെ ഫാറ്റി ആസിഡ്സ് ആക്കി മാറ്റുന്നത് ബൈൽ ജ്യൂസ് ആണ്. Then next gland ആണ് pancreas. It is a cream colored gland present in the human body. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന ക്രീം കളറുള്ള ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ്. It secretes pancreatic juice that help in digestion of fat, carbohydrate and proteins. അപ്പോൾ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഫാറ്റിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീനിൻ്റെയും ഡൈജഷനാണ്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എങ്ങനെയാണ് ഫുഡ് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത് എന്ന് നോക്കാം. ഫുഡിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നിവ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ വഴിയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. Absorption. It is the process by which the digested food enters the blood vessels of the small intestine. അപ്പോൾ ഫുഡ് പാർട്ടിക്കിൾസ് ഡൈജസ്റ്റിന് ശേഷം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും അതിലെ ഘടകങ്ങൾ ഫുഡ് കമ്പോണൻസ് ആയ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് എന്നിവ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ഈ പ്രോസസ്സിനെയാണ് എന്തു പറയുന്നത്? അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. Next, villi in the intestine. The small intestine contains small finger-like structure called villi. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർ ലൈനിങ്ങിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് വില്ലി. ദേ ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് ദ ഇൻറ്റസ്റ്റൈൻ, thereby increasing the amount of absorption. ഈ വില്ലീസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർ ലൈനിങ്ങിലുള്ള സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. അതിനാൽ തന്നെ
അബ്സോർപ്ഷൻ്റെ എമൗണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. ദ ഡൈജസ്റ്റഡ് ഫുഡ് ഗെറ്റ്സ് ഇൻ ടു ദ ബ്ലഡ് വെസൽസ് ത്രൂ വില്ലി ആൻഡ് റീച്ചസ് ദ ഹോൾ ബോഡി. അപ്പോൾ ഡൈജസ്റ്റ് ചെയ്യപ്പെട്ട ഫുഡ് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത് ഈ വില്ലീസ് വഴിയാണ്. അങ്ങനെ ഈ ബ്ലഡിലൂടെ ഈ ഫുഡ് കമ്പോണൻസ് ബോഡിയുടെ എല്ലാ ഭാഗത്തും എത്തപ്പെടുന്നു. ഇനി അസിമിലേഷൻ, the process by which the organs of the body utilize the digested food are called assimilation. ഇനി പ്രോസസ്സ് ചെയ്യപ്പെട്ട ഫുഡ് എങ്ങനെയാണ് ബോഡിയിലെ ഓരോ ഓർഗൻസും യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ the process by which the organs of the body utilize the digested food and form complex substances which the body needs. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പ്രോസസ്സ് ചെയ്യപ്പെട്ട ഫുഡ് കമ്പോണൻസ് ബ്ലഡിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത ഫുഡ് കമ്പോണൻസ് ഓരോ ഓർഗൻസും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട ബ്ലഡ് വഴി വിവിധ ബോഡി ഓർഗൻസിൽ എത്തപ്പെട്ട ഫുഡ് കമ്പോണൻസ് കോംപ്ലക്സ് സബ്സ്റ്റൻസ് ആയി മാറ്റപ്പെടുന്ന പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള ഫുഡ് കമ്പോണൻസ് ആയ ഫാറ്റ്, അമിനോ ആസിഡ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് എന്നിവ ബ്ലഡിലേക്ക് ആഗിരണം ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അബ്സോർപ്ഷൻ. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻറ്റസ്റ്റൈനിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചറായ വില്ലീസ് ആണ്. പിന്നീട് ഈ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട ഫുഡ് കമ്പോണൻസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു? പിന്നീട് ഇവ കോംപ്ലക്സ് ഫുഡ് സബ്സ്റ്റൻസസ് ആസ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് എന്നിവയായി മാറ്റപ്പെടുന്നു. വീണ്ടും ആ പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കാണപ്പെടുന്ന വില്ലി എന്ന് പറയുന്നത് ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ. ഇതാണ് അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇവ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. അതിനാൽ തന്നെ അബ്സോർപ്ഷൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്യുന്നു. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി പാർട്സ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനെ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിയോഡിനം, ജിയോജിനം ആൻഡ് ഇലിയം. ഓരോന്നും എന്താണെന്ന് നോക്കാം. Duodenum. It is the first part of the small intestine whose main function is to initiate the digestive process. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഡിയോഡിനം എന്ന് പറയുന്നത്. ഇത് ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നു. ഇൻ ദിസ് പ്രോസസ് ദ ഫുഡ് ദാറ്റ് എൻറ്റേഴ്സ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഫ്രം ദ സ്റ്റൊമക് ഈസ് മിക്സ്ഡ് വിത്ത് ദ ഡൈജസ്റ്റീവ് ജ്യൂസസ് ആൻഡ് ഈസ് ഫർദർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ്. അപ്പോൾ ഈ ഭാഗത്ത് ഫുഡ് സബ്സ്റ്റൻസ് എത്തും ഇവ ബൈൽ ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസസ് ആയി മിക്സ് ചെയ്യപ്പെടുകയും സിംപ്ലർ സബ്സ്റ്റൻസസ് ആയി ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്, പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാസ് ആണ്. ഇത് രണ്ടുമായി നമ്മൾ കഴിക്കുന്ന ഫുഡ് മിക്സ് ചെയ്യുകയും സിംപ്ലർ സബ്സ്റ്റൻസ് ആയി ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സ് നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഡിയോഡിനം എന്ന ഭാഗത്താണ്. ദെൻ ജെജനം അല്ലെങ്കിൽ ജിയോജിനം എന്നും പറയും. ഇറ്റ് ഈസ് ദ മിഡിൽ പാർട്ട് ഓഫ് the small intestine that contains the villi and hence undergoes the absorption and assimilation. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ മിഡിൽ പാർട്ടാണ് ജെജനം അല്ലെങ്കിൽ ജിയോജിനം എന്നറിയപ്പെടുന്നത്. ഈ ഭാഗത്താണ് വില്ലീസ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ അബ്സോർപ്ഷൻ, അസിമിലേഷൻ എന്നീ പ്രോസസ്സുകൾ നടക്കുന്നത്. ഇനി അവസാന ഭാഗമാണ് ഇലിയം. ഇറ്റ് ഈസ് ദ തേർഡ് ആൻഡ് ലാസ്റ്റ് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ദാറ്റ് കണ്ടെയ്ൻസ് വില്ലി ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഈ ഭാഗത്തും എന്തുണ്ട്? വില്ലി എന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ കാണപ്പെടുന്നു. ദ ഇലിയം അബ്സോർബ്സ് വൈറ്റമിൻ B12, ബൈൽ ആസിഡ്സ് ആൻഡ് എനി അതർ ന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ്. ഇനി അബ്സോർപ്ഷൻ എന്ന പ്രോസസ്സ് ജെജനം എന്ന ഭാഗത്ത് കഴിഞ്ഞ് പിന്നീട് ഫുഡിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B12, ബൈൽ ആസിഡ്, പിന്നെ ഏതെങ്കിലും വേറെ ന്യൂട്രിയൻസ് എന്നിവ ഉണ്ടെങ്കിൽ ഇത് ഇലിയം എന്ന ഭാഗത്ത് വെച്ചാണ് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വില്ലി എന്ന സ്ട്രക്ചർ ജെജനം, ഇലിയം എന്നീ ഭാഗത്ത് കാണപ്പെടുന്നു. നെക്സ്റ്റ് പാർട്ടാണ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വരുന്നത്, ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. എനി ഫുഡ് ദാറ്റ് ഈസ് ലെഫ്റ്റ് അൺഡൈജസ്റ്റഡ് പാസസ് ത്രൂ ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് എൻറ്റേഴ്സ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഫുഡിൻ്റെ എല്ലാ പ്രോസസ്സും ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അവ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പാസ് ചെയ്തു പോകുന്നു. ഇറ്റ് ഈസ് എ വൈഡ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. സ്മോൾ ഇൻറ്റസ്റ്റൈനെ കാട്ടി കൂടുതൽ വീതി കൂടിയ ഭാഗമാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇറ്റ് ഈസ് ഓൺലി 1.5 മീറ്റർ ലോങ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ പറഞ്ഞപ്പോൾ പറഞ്ഞു 7.5 മീറ്റർ ആണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ 1.5 മീറ്റർ ആണ്.
The main function of the large intestine is to absorb water and salt from the undigested food. അപ്പോൾ ലാർജ് ഇൻഡസ്റ്റൈൻ്റെ മെയിൻ ഫംഗ്ഷൻ ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള വാട്ടറും സോൾട്ടും അബ്സോർബ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അൺഡൈജസ്റ്റഡ് ഫുഡായിട്ട് ബാക്കി വരുന്ന പാർട്ടിൽ നിന്നും അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റിൽ നിന്നും വാട്ടറും സോൾട്ടും അബ്സോർബ് ചെയ്യുന്നതാണ് ലാർജ് ഇൻഡസ്റ്റൈൻ്റെ മെയിൻ ഫംഗ്ഷൻ. ദ റെസ്റ്റ് ഓഫ് ദ വേസ്റ്റ് അൺഡൈജസ്റ്റഡ് ഫുഡ് പാസസ് ത്രൂ ദ റെക്റ്റം. ഇനിയും ബാക്കി വരുന്ന വേസ്റ്റ് അൺഡൈജസ്റ്റഡ് ഫുഡെല്ലാം ലാർജ് ഇൻഡസ്റ്റൈനിൽ നിന്നും എയ്നസിൻ്റെ ഭാഗത്തേക്ക് റെക്റ്റം വഴി പാസ് ചെയ്തു പോകുന്നു. ഇനി ഡൈജഷൻ എന്ന പ്രോസസ്സിലെ അവസാനത്തെ പ്രക്രിയയാണ് ഇജഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ബൈ വിച്ച് ദ വേസ്റ്റ് അൺഡൈജസ്റ്റഡ് ഫുഡ് the fetal matter get out of the body through the anus. ഇനി ഒരു ഡൈജഷനും നടക്കാത്ത അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത മെറ്റീരിയൽസ് പിന്നീട് പുറം തള്ളപ്പെടുന്നത് എയ്നസ് വഴിയാണ്. ഈ പ്രോസസ്സിനെയാണ് ഇജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? സ്റ്റൊമക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്മോൾ ഇൻഡസ്റ്റൈൻ, പിന്നീട് ഗ്ലാൻഡുകളായ ലിവർ, പാൻക്രിയാസ്, പിന്നീട് എങ്ങനെയാണ് സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ച് അബ്സോർപ്ഷനും അസിമിലേഷനും എന്നീ പ്രോസസ്സുകൾ നടക്കുന്നതെന്ന് പറഞ്ഞു. പിന്നീട് പഠിച്ചത് ലാർജ് ഇൻഡസ്റ്റൈനെ കുറിച്ചാണ്. പിന്നീട് സ്മോൾ ഇൻഡസ്റ്റൈനെ 3 ഭാഗങ്ങളെക്കുറിച്ചും പഠിച്ചു. പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു പോർഷൻ കൂടെയുണ്ട്, അത് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു.